സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ സാന്ത്വനം തുടരുന്നു. അവതരണം സിന്ധു അശോക്. കൈകാലുകൾ കീറി മുറിഞ്ഞു. തലയിൽ വലിയൊരു മുറിവുണ്ടായി രക്തം വാർന്നു. താഴ്വരയിലെ തേയിലത്തോട്ടത്തിലെത്തിയ ശേഷമേ അവൻ തിരിഞ്ഞു നോക്കിയുള്ളൂ. അങ്ങ് മലമുകളിൽ പോലീസ് സംഘം സെർച്ച് ലൈറ്റുകളുമായി തെരഞ്ഞു നടക്കുന്നത് അവന് കാണാമായിരുന്നു. രാജീവൻ തേയിലത്തോട്ടത്തിലെ ഊടുവഴികളിലൂടെ ഓടി. ഫാക്ടറികളും ലയങ്ങളും കുറച്ചകലെ കാണപ്പെട്ടു. ആൾവാസമുള്ള സ്ഥലങ്ങളിൽ നിന്നും അകന്ന് അവൻ നീങ്ങി. ഇനി കയറ്റമാണ്. മലയുടെ മുകളിലെത്താറായപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ അതിർത്തിയായി. അവൻ വീണ്ടും പുൽമേട്ടിലേക്ക് കടന്നു. മലയുടെ ഉച്ചിയിലെത്തി. ഇനി ഉറക്കം, ഇനി ഇറക്കം. യൂക്കാലിക്കാടുകൾ. മരങ്ങൾക്കിടയിലൂടെ അവൻ തൻ്റെ പലായനം തുടർന്നു. 3 മണിക്കൂർ നീണ്ട ഓട്ടത്തിനൊടുവിൽ അവൻ ഹൈവേക്കരികിലെത്തി. റോഡിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് അവൻ അറിയാമായിരുന്നു. റോഡിന് സമാന്തരമായി അടിവാരത്തിലൂടെ അവൻ നീങ്ങിക്കൊണ്ടിരുന്നു. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചം കാണാം. വളവ് തിരിയുന്ന ഹെഡ്ലൈറ്റുകളുടെ പ്രകാശം ചിലപ്പോൾ മുഖത്തടിക്കും. അപ്പോൾ അവൻ നിലത്ത് പതുങ്ങിക്കളയും. കുറച്ചകലെ ചെറിയൊരു ടൗൺ കാണായി. രാജീവൻ ടൗണിനോടടുത്തു. കടകമ്പോളങ്ങൾ മിക്കതും അടഞ്ഞു കഴിഞ്ഞു. ഒരു ഹോട്ടലും 2 തട്ടുകടകളും ഒരു പെട്ടിക്കടയും പെട്രോൾ പമ്പും തുറന്നിരിപ്പുണ്ട്. പെട്രോൾ പമ്പിനടുത്തായി ഒരു ലോറി കിടന്നിരുന്നു. വാലിസ് എസ്റ്റേറ്റ് എന്ന ബോർഡ് എഴുതിയ ലോറി. ഡ്രൈവറും ക്ലീനറും തട്ടുകടയ്ക്ക് മുമ്പിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കാണാം. ലോറി കിടക്കുന്ന പരിസരം വിജനമാണ്. ലോറിയുടെ മുകളിൽ നിറയെ ചാക്ക് പടുത കൊണ്ട് മൂടി കെട്ടിയിട്ടിരിക്കുന്നു. രാജീവൻ പമ്മി പതുമി ലോറിക്ക് പിന്നിലെത്തി. ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്നവൻ നാലുപാടും നോക്കുന്നുണ്ടായിരുന്നു. ലോറി കിടക്കുന്നിടത്ത് വെളിച്ചമില്ല. തട്ടുകടയിൽ നിന്നുള്ള വെളിച്ചം ലോറിയുടെ മുൻഭാഗത്താണ്. അതിനാൽ പിൻഭാഗത്ത് കനത്ത നിഴൽ. രാജീവൻ ഒരിക്കൽ കൂടി ചുറ്റും നോക്കിയ ശേഷം ടാർപോളിനു മീതെ വരിഞ്ഞു കെട്ടിയ കയറിൽ തൂങ്ങി മുകളിലേക്ക് കയറി. യൂറിയയുടെയും അമോണിയയുടെയും ചൂര് മൂക്കിലടിച്ചു. എസ്റ്റേറ്റിലേക്കുള്ള വളച്ചാക്കുകളാണ് ലോറിയിൽ. രാജീവൻ ലോറിയുടെ മധ്യഭാഗത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. മടക്കിയിട്ടിരിക്കുന്ന ഒരു ടാർപോളിൻ ഷീറ്റിന് ഇടയിലേക്കും നുഴഞ്ഞു കയറി. ഇപ്പോൾ തന്നെ ആരും കാണുകയില്ലെന്ന് ഉറപ്പുവരുത്തി. ടാർപോളിനടിയിൽ അവൻ കമിഴ്ന്നു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഡ്രൈവറും ക്ലീനറും ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ലോറിക്കടുത്തേക്ക് വന്നു. രാജീവൻ ശ്വാസം അടക്കി. അവർ ലോറിയിൽ കയറിയത് മനസ്സിലായി. നിമിഷങ്ങൾ. അവരുടെ സംഭാഷണം ഇപ്പോൾ വ്യക്തമല്ല. ലോറി സ്റ്റാർട്ടായി. അത് മെല്ലെ നിരങ്ങി നീങ്ങിത്തുടങ്ങി. ഫുൾ ലോഡാണ് ലോറിയിൽ. പതുക്കെയാണ് നീങ്ങുന്നത്. കയറ്റം കയറുമ്പോൾ വല്ലാത്ത ഇരമ്പൽ, ഒച്ചിഴിയുന്നത് പോലുള്ള നീക്കവും. എത്രയും വേഗം ഇത് വാലിസ് എസ്റ്റേറ്റിൽ ഒന്നെത്തിയിരുന്നെങ്കിൽ. അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സുനന്ദയെ കാണുക. അവളറിയാതെ സോണിയയ്ക്കൊന്നും സംഭവിക്കുകയില്ല. അതോ ജോർജിനെയും രവീന്ദ്രനെയും കാണണോ? പക്ഷേ അവർ തന്നെ ചതിക്കുമെന്ന് ഇപ്പോഴും വിശ്വാസമില്ല. അത്രമേൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ് രണ്ടുപേരും. ആരെയും വിശ്വസിച്ചുകൂടാ. സകലരെയും സംശയിക്കുക. സ്റ്റീഫൻസൺ മുതലാളിയല്ലേ ആദ്യം കാണേണ്ടത്? ഒരുപക്ഷെ അയാൾ തൻ്റെ മകളെ അപായപ്പെടുത്തിയതായി കൂടുന്നില്ലല്ലോ. ഇല്ല, ഒരു പിതാവിന് തൻ്റെ മകളെ അപായപ്പെടുത്താനുള്ള ക്രൂരതയുണ്ടാവില്ല. ചിലപ്പോൾ അവൾ ഒളിച്ചോടുകയാണെന്നറിഞ്ഞ് തടയാൻ ശ്രമിച്ചിരിക്കും, മർദ്ദിച്ചിരിക്കും. അതിനിടയിൽ കയ്യബദ്ധം പറ്റി അവൾ മരണപ്പെട്ടുകൂടായികയില്ല. അങ്ങനത്തെ ചില സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പോലീസ് കേസ് ഭയന്ന് ശവം ഗൂഢമായി മറവ് ചെയ്തിട്ട് തന്നെ കുറ്റവാളിയാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചതാവാനും മതി. മറ്റൊരു സാധ്യത കൂടി തെളിയുന്നു. സോണിയ ഒളിച്ചോടുമെന്നറിഞ്ഞ സ്റ്റീഫൻസൺ മുതലാളി അവളെ ബലമായി ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കാം. എന്നിട്ട് മകളെ കാണാനില്ലെന്ന് പരാതിപ്പെട്ട് തൻ്റെ മേൽ കേസും കെട്ടിച്ചമച്ചു. സ്റ്റീഫൻസൺ മുതലാളിയെ തന്നെയല്ലേ ആദ്യം കാണേണ്ടത്? അതെ. ശിരസ് പൊട്ടിപ്പിളരുന്ന വേദന. രാജീവൻ പതുക്കെ ശിരസിൽ മുറിവേറ്റ ഭാഗത്ത് കൈവച്ച് നോക്കി. കയ്യിൽ ചോരപ്പശിയുടെ ഇഴുക്കം. മുടി ചോരയിൽ മുങ്ങി കട്ട പിടിച്ചിരിക്കുന്നു. ദേഹമെമ്പാടും പോറലുകളും മുറിവുകളുമുണ്ട്. കണ്ണും മൂക്കുമില്ലാത്ത ഓട്ടമായിരുന്നല്ലോ. എവിടെയൊക്കെ വീണെന്നോ എത്ര തവണ വീണെന്നോ ഓർമ്മയില്ല. പാറയെ പിളർന്നും പായാനുള്ള വെമ്പലും കരുത്തുമായിരുന്നു. ദേഹമെമ്പാടും നീറ്റലും പുകച്ചിലും. ക്ഷതമേറ്റ ഭാഗങ്ങളിലെ മാംസപേശികൾ അനങ്ങുമ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടാൻ പോകുന്നതുപോലെ. ഓട്ടത്തിനിടയിൽ ഈ വേദന എന്നും അറിഞ്ഞിരുന്നില്ല. കുറേ അകലെ കൂടി ഒരു ജീപ്പ് വരുന്നത് കാണായി. നല്ല വേഗതയിലാണ് വരുന്നത്. വളവ് തിരിയുമ്പോൾ ഹെഡ്ലൈറ്റിലെ വെളിച്ചം ലോറിയിന്മേൽ വീഴുന്നുണ്ട്. പോലീസായിരിക്കുമോ? രാജീവിന് ഉൾക്കിടിലമുണ്ടായി. ടാർപോളിൻ അല്പം പൊന്തിച്ച് അയാൾ നോക്കിക്കൊണ്ടിരുന്നു. ജീപ്പ് ലോറിയുടെ തൊട്ടു പിറകിലെത്തി. ദൈവമേ, പോലീസ്! ജീപ്പ് തുടരെ തുടരെ ലൈറ്റ് ഡിം ചെയ്യുകയും ഹോണടിക്കുകയും ചെയ്യുന്നു. കുറേ ദൂരം അങ്ങനെ പോയി. കയറ്റം കയറി തീർന്നിട്ടേ ലോറി ഡ്രൈവർ ജീപ്പിന് സൈഡ് കൊടുത്തുള്ളൂ.
ലോറിക്ക് മുന്നിൽ കടന്ന ജീപ്പ് റോഡിലേക്ക് വെട്ടിച്ച് കയറ്റി സഡൻ ബ്രേക്ക് ഇട്ടു. ലോറിയും നിന്നു. പോലീസുകാർ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി. ഡ്രൈവറുടെ നേർക്ക് പൊളിച്ച തെറി. നിനക്കൊന്ന് കണ്ണും ചെവിയില്ലേടാ നായിൻ്റെ മോനെ, എത്ര തവണ ഓണടിക്കുകയും സിഗ്നൽ കാണിക്കുകയും ചെയ്യണവടാ, സൈഡ് തരാൻ എന്താടാ ഇത്ര മടി? ഫുൾ ലോഡായതുകൊണ്ടാ സാർ, ഡ്രൈവറുടെ വിറയാർന്ന മറുപടി. ആർക്കാടാ ഫുൾ ലോഡ്? നിൻ്റെ അമ്മയ്ക്കോ? ഇങ്ങോട്ട് ഇറങ്ങിടാ കഴിവേറി. പോലീസ് ഡ്രൈവറുടെ കുത്തിന് പിടിച്ച് വലിച്ച് താഴെ ഇറക്കി. പിന്നെ പടക്കം പൊട്ടുന്ന പോലെ ഒരൊച്ച. അടിച്ചതാണ്. ചവിട്ടി നട്ടല്ലൂരിയിടും പന്ന റാസ്കൽ. ആരൊക്കെ ഉണ്ടോ വണ്ടിയിൽ? ഞാനും ക്ലീനറും മാത്രമേയുള്ളൂ. ഇതിനകം ക്ലീനർ നിലത്തിറങ്ങി താണു വണങ്ങി നിന്നു. എന്താടാ ഓച്ചാരിച്ച് നിൽക്കുന്നത്? ഞാനെന്താ നാടുവാഴി തമ്പുരാനാണെന്ന് കരുതിയോ? ഇൻസ്പെക്ടർ ക്ലീനറുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു. നിനക്ക് ഏത് കൊട്ടാരത്തിലായിരുന്നടാ ഭൃത്യവേല? ക്ലീനർ വായ തുറന്നില്ല. വേറെ ആരുമില്ലേടാ ലോറിയിൽ? ഇല്ലേ മാനെ, സെർച്ച്, ഇൻസ്പെക്ടർ കൽപ്പിച്ചു. പോലീസുകാർ ലോറിയുടെ ക്യാബിനിലേക്ക് ടോർച്ചടിച്ചു. 2-3 പേർ ലോറിക്ക് ചുറ്റും നടന്ന് ടോർച്ച് തെളിച്ചു. ക്യാബിനിലേക്ക് കയറിയ പോലീസുകാരൻ ചരക്കിന് മുകളിലേക്ക് ടോർച്ചടിച്ചപ്പോൾ രാജീവൻ ഞെട്ടിത്തെറിച്ചു. നെഞ്ചിൽ ശ്വാസം വിലങ്ങി. ചാക്കുകളുടെ വിടവിൽ ഒതുങ്ങി പറ്റിച്ചേർന്ന് ശ്വാസം പിടിച്ച് കിടക്കുകയായിരുന്നു രാജീവൻ. ടാർപോളിന് മീതെ വെളിച്ചം പതിയുന്നത് അറിയാമായിരുന്നു. ഇതിലെങ്ങുമില്ല സാർ, കോൺസ്റ്റബിളിൻ്റെ ഒച്ച കേട്ടു. പോലീസുകാർ തെരച്ചിൽ മതിയാക്കി ജീപ്പിനടുത്തേക്ക് പോയി. ജീപ്പ് സ്റ്റാർട്ടായി ഓടിപ്പോകുന്ന ഇരമ്പൽ കേട്ടിട്ടേ രാജീവൻ ശ്വാസം കഴിച്ചുള്ളൂ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. ജീപ്പ് പോയി കഴിഞ്ഞ ഉടൻ ഡ്രൈവറും ക്ലീനറും കൂടി പോലീസുകാരെ പുളിച്ച തെറി പറയാൻ തുടങ്ങി. അവരുടെ രോഷമൊന്നടങ്ങിയപ്പോൾ ലോറിയിൽ കയറി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഓടിച്ചു തുടങ്ങി. ഒരു കയറ്റം കയറി കുന്നിൻ മുകളിലെ ടൗണിലെത്തിയപ്പോഴേക്കും ലോറി കടുത്ത മൂടൽമഞ്ഞിനുള്ളിലായി. പരിസരങ്ങളൊന്നും കാണാൻ വയ്യ. അസ്ഥി കൂടി വിറങ്ങലിക്കുന്ന തണുപ്പും. വഴികളെല്ലാം നല്ല നിശ്ചയമായിരുന്നു രാജീവന്. എസ്റ്റേറ്റുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. വോളിബോൾ കളിച്ചിരുന്ന കാലത്ത് ടൂർണമെൻറ്റുകൾക്കായി എല്ലാ എസ്റ്റേറ്റുകളിലും യാത്ര ചെയ്തിട്ടുണ്ട്. വാലിസ് എസ്റ്റേറ്റിൻ്റെ ബോർഡ് കണ്ടതും രാജീവൻ ടാർപോളിൻ നീക്കി തല ഉയർത്തി വെച്ചു. ചുരത്തിന് മുകളിൽ ടോൾ ഗേറ്റിന് മുമ്പിൽ ലോറി നിന്നു. കരിമ്പടം പുതച്ചുറങ്ങിയായിരുന്ന വാച്ചർ എഴുന്നേറ്റ് വന്ന് ലോറി ഏതെന്ന് നോക്കിയ ശേഷം ഗേറ്റ് തുറന്നു കൊടുത്തു. ഇനി 2 കിലോമീറ്റർ. 1 കിലോമീറ്ററിന് അപ്പുറത്തെ ഹെയർപിൻ വളവ് തിരിയുമ്പോൾ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ പാകത്തിന് രാജീവൻ തയ്യാറായിരുന്നു. വളവിനോടടുത്തപ്പോൾ അയാൾ പിൻഭാഗത്തു വന്ന പാദങ്ങൾ റോഡിൽ നിന്നും 1 അടി മുകളിലായി തൂക്കിയിട്ട് കയറുകളിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. വളവ് തിരിയാനായി ലോറി വേഗത നന്നേ കുറിച്ചു. അപ്പോൾ രാജീവൻ ചാടി ഇറങ്ങുകയും ചെയ്തു. ലോറിയുടെ പിന്നിലെ ചുവന്ന വെളിച്ചം അകലെ എസ്റ്റേറ്റ് മൈതാനത്തിന് താഴെ മറയുന്നതുവരെ രാജീവൻ അവിടെ തന്നെ നിന്നു. ഫാക്ടറിയിലെയും ക്വാർട്ടേഴ്സിലെയും ബംഗ്ലാവിലെയും വൈദ്യുത ദീപങ്ങൾ മന്ദതയോടെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. രാജീവൻ നേരെ സ്റ്റീഫൻസൺ ബംഗ്ലാവിന് നേർക്ക് നീങ്ങി. സ്റ്റീഫൻസൺ മുതലാളിയാണ് സോണിയെ ഒളിപ്പിച്ചതെങ്കിൽ ആ വിവരം ഇന്ന് രാത്രി തന്നെ അറിയണം. നേരം പുലർന്നാൽ താൻ ജയിൽ ചാടിയ വിവരം അയാൾ അറിയും. ബംഗ്ലാവിന് കർശനമായ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യും. അതിനു മുമ്പ് അയാളെ കയ്യിൽ കെട്ടണം. രാജീവൻ്റെ ചുവടുകൾക്ക് ദൃഢതയേറി. സ്റ്റീഫൻസൺ മുതലാളി വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. കിടന്നിട്ട് ഉറക്കം വന്നതുമില്ല. റേച്ചൽ അപ്പോഴും ചിമ്മിനിക്കരികിൽ ഇരിക്കുകയാണ്. ഒരു കമ്പിളി സെറ്ററും അതിന് പിറകെ ഒരു നീല ഷാളും. ചിമ്മിനിയിൽ കനലുകൾ മിക്കവാറും കെട്ടടങ്ങി കഴിഞ്ഞിരുന്നു. എങ്കിലും നേരിയൊരു ചൂട് മുറിയിലെ വായുവിനുണ്ടായിരുന്നു. സോണിയയ്ക്ക് എന്തു സംഭവിച്ചതെന്ന അന്തമില്ലാത്ത ആദ്യ കാരണം സ്റ്റീഫൻസൺ മുതലാളിക്ക് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. രാജീവിനല്ല യഥാർത്ഥ പ്രതിയെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. സോണിയെ ഒളിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ട് രാജീവിനൊന്നും ചെയ്യാനില്ലെന്ന പരമാർത്ഥം കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല, രണ്ടുപേരും പരസ്പരം ഗാഢമായി സ്നേഹിച്ചിരുന്നുവെന്നും വ്യക്തം. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ തമ്മിലുള്ള രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നത്രേ. അവൾ അവനോടൊപ്പം ഇറങ്ങിച്ചെല്ലാൻ കൂടി തയ്യാറായ നിലയ്ക്ക് ഒരു കാരണവശാലും രാജീവൻ അവൾ അപായപ്പെടുത്തിയതാകാൻ ന്യായമില്ല. പിന്നെ അവൾ എവിടെ അപ്രത്യക്ഷയായി? ഓർത്താൽ നെഞ്ചു പൊടിയുന്നത് പോലെ ഒരു വേദനയാണ്. എവിടെ ചെന്ന് അവളെ കണ്ടുപിടിക്കും? അവൾ ജീവിച്ചിരിപ്പുണ്ടോ? തൻ്റെ ഒരേയൊരു മകൾ. അവളുടെ സ്നേഹം അംഗീകരിച്ചേക്കാമായിരുന്നു. അവൾ ആശിച്ച പോലെ രാജീവനുമായുള്ള വിവാഹം തന്നെ നടത്തിയേക്കാമായിരുന്നു. എങ്കിൽ ഇതുപോലൊരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. അസ്വസ്ഥത പെരുത്തിട്ട് സ്റ്റീഫൻസൺ മുതലാളി എഴുന്നേറ്റു. ചിമ്മിനിക്കരികെ കസേരയിൽ റേച്ചൽ മൂടി പൊതിച്ചിരിക്കുന്നത് കണ്ടു. സോണിയെ കാണാതായ ശേഷം അവർ ഉറങ്ങിയിട്ടില്ല. അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. റേച്ചൽ പെട്ടെന്ന് ഷാളിൻ്റെ തുമ്പുയർത്തി കണ്ണുകൾ തുടച്ചു. സ്റ്റീഫൻസൺ പിന്നിൽ ചെന്ന് നിന്ന് റേച്ചലിൻ്റെ ചുമലുകളിൽ മൃദുവായി പിടിച്ചു. റേച്ചൽ, നീ കരയുകയായിരുന്നോ? അവരിൽ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു. അയാൾ അവളുടെ ശിരസിൽ തലോടി. നമ്മുടെ മോൾ ഇങ്ങ് വരും. നമ്മളെ വിട്ട് എവിടെ പോകാനാണവൾ? തീർച്ചയായും അവളെ നമുക്ക് തിരിച്ചു കിട്ടും. നമുക്കപ്പോൾ അവൾ ആഗ്രഹിച്ച പോലെ വിവാഹം നടത്തുകയും ചെയ്യാം.
റേച്ചൽ അടക്കി പിടിച്ച് ഏങ്ങലടിച്ചു. സ്റ്റീഫൻസൺ മെല്ലെ അലമാരയുടെ നേർക്ക് നീങ്ങി. അലമാര തുറന്ന് പാതി ഒഴിഞ്ഞ വിസ്കി കുപ്പിയും ഗ്ലോബേറ്റും എടുത്തു. മദ്യം ഗ്ലോബേറ്റിലേക്ക് പകർന്ന് സോഡയോ വെള്ളമോ ഒഴിച്ച് നിറപ്പിക്കാതെ ഒറ്റ വലിക്കകത്താക്കി. ഒരു പെഗ് കൂടി ഒഴിച്ച ശേഷം അയാൾ മുറിയിലൂടെ ഏതാനും ചാൽ നടന്നു. കൈകൾ പിന്നിൽ കെട്ടിയിരുന്നു. മേശവലിപ്പ് തുറന്ന് അയാൾ ഒരു കുറിപ്പ് എടുത്തു നോക്കി. ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത ശേഷം അതിന് കീഴിലേക്ക് കുറിപ്പ് നീക്കി വെച്ചു. മേശകയിൽ ഇരു കൈയും ഊന്നി നിന്ന് 51ാമത്തെ തവണ അയാളത് വായിക്കാൻ തുടങ്ങി. സ്നേഹം നിറഞ്ഞ എൻ്റെ ഡാഡിക്കും മമ്മിക്കും സോണിയ പോവുകയാണ്. ചോരത്തിളപ്പാകാം, യൗവനത്തിൻ്റെ എടുത്തുചാട്ടമാവാം, അറിവില്ലായ്മയും അവിവേകവുമാകാം. എന്നാലും ഇതുകൂടാതെ എനിക്ക് വയ്യ. പ്രേമം കൊണ്ട് എൻ്റെ ഹൃദയം അന്ധമായി പോയിരിക്കുന്നു. എൻ്റെ കണ്ണുകൾ മങ്ങിപ്പോയിരിക്കുന്നു. അതിൽ ഞാൻ ആനന്ദിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വേദന സഹിക്കാനും ഏറ്റവും വലിയ ദുഃഖം ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ്. മരണത്തേക്കാൾ വലുതായി ഒന്നും ഭയപ്പെടാനും അനുഭവിക്കാനുമില്ലല്ലോ. എന്നിരുന്നാലും മനം നിറഞ്ഞ സന്തോഷത്തോടെയല്ല ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഡാഡിയും മമ്മിയും എൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകളാണ്. നിങ്ങളെ വേദനിപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തുവെന്ന ഓർമ്മ എനിക്ക് അസ്വസ്ഥത തരില്ലെന്നറിയാം. സ്നേഹശൂന്യയും നന്ദിഹീനയുമായ ഒരു മകളുടെ ചാബല്യമായി കരുതി ക്ഷമിക്കണമെന്ന് കെഞ്ചി കരയുന്നു. നിങ്ങളുടെ വേദനയും രോഷവും എനിക്കെതിരെ ഒരു ശാപമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡാഡിക്ക് ഒരു കണ്ണീരുമ്മ. ഡാഡി എന്നെ സ്നേഹിച്ച പോലെ ലോകത്താരും എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. പൊയ്ക്കോട്ടെ. വായിച്ചുകൊണ്ടിരിക്കെ സ്റ്റീഫൻസന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ മെല്ലെ നിവർന്നു. നീരാവി പോലെ മഞ്ഞു പടർന്ന ജനാലച്ചില്ലിനപ്പുറം ഒരു നിഴൽ പതിച്ച പോലെ തോന്നി. സ്റ്റീഫൻസൺ സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരാൾ രൂപം നിൽക്കുന്നു. ആരാ അത്? അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. രാജീവൻ ബംഗ്ലാവിനോടടുക്കുകയായിരുന്നു. മൂടൽമഞ്ഞിൽ മുങ്ങി നിന്നിരുന്നു ബംഗ്ലാവും പരിസരവും. ബംഗ്ലാവിൻ്റെ മതിൽക്കെട്ടുകളോട് ചേർന്ന് നിൽക്കുന്ന ഇരുണ്ട ചൂളമരത്തിൽ കാറ്റ് വല്ലാതെ മൂളിക്കൊണ്ടിരുന്നു. രാജീവൻ പമ്മി പതുങ്ങി ഗേറ്റിന് മുന്നിലെത്തി. ബംഗ്ലാവിന് ചുറ്റിലും പൂന്തോട്ടത്തിലും മെർക്കുറി വിളക്കുകൾ നന്നായി പ്രകാശിക്കുന്നുണ്ട്. എല്ലായിടവും വിജനം. ഒരു നിഴൽ പോലും ചലിക്കുന്നില്ല. രാജീവൻ ഗേറ്റ് കടക്കാൻ തുടങ്ങുമ്പോൾ രാത്രിയെ നടുക്കിക്കൊണ്ട് ഒരു വെടിശബ്ദം മുഴങ്ങി. രാജീവൻ ഞെട്ടിപ്പോയി. അയാൾ പിന്നോട്ട് ചാടി ഇറങ്ങി. ഇരുട്ടിലൂടെ ആരോ ഓടുന്ന ശബ്ദം, അമർത്തിയ നിലവിളി. ബംഗ്ലാവിനുള്ളിലും ചുറ്റിലും ലൈറ്റുകൾ തെളിയുന്നു. രാജീവൻ ഓടി യൂക്കാലിക്കാട്ടിൽ കടന്നു. കുറേ നേരം കാട്ടിൽ പതുങ്ങിയിരുന്നു. ബംഗ്ലാവിനുള്ളിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. എന്താണെന്ന് വ്യക്തമല്ല. രവീന്ദ്രൻ്റെയും ജോർജിൻ്റെയും അടുത്തേക്ക് പോയാലോ? അവർ തന്നെ ഒറ്റിക്കൊടുക്കുമോ? രാജീവൻ മൈതാനം മുറിച്ച് കിടന്ന് രവീന്ദ്രൻ്റെയും ജോർജിൻ്റെയും ക്വാർട്ടേഴ്സിന് നേർക്ക് നീങ്ങി. അവിടെ ചെന്നപ്പോൾ ക്വാർട്ടേഴ്സ് അടച്ചു പൂട്ടിക്കിടക്കുന്നു. രവീന്ദ്രനും ജോർജിന് ഈ ആഴ്ച നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിരുന്നത് രാജീവൻ ഓർത്തു. രാജീവൻ അവിടെ നിന്നിറങ്ങി നേരെ സുനന്ദയുടെ ക്വാർട്ടേഴ്സിന് നേർക്ക് നടന്നു. 2 നഴ്സുമാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാണത്. സുനന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മിണി മെറ്റേണിറ്റി ലീവിലാണെന്ന് സുനന്ദ തന്നെ പറഞ്ഞിരുന്നത് രാജീവന് ഓർമ്മയുണ്ടായിരുന്നു. ആശുപത്രിക്ക് മുന്നിൽ നിന്ന് 100ഓളം കൽപ്പടികൾ കയറി മുകളിലെത്തണം സുനന്ദയുടെ ക്വാർട്ടേഴ്സിലെത്താൻ. കരിങ്കൽ കീറുകൾ പതിച്ച കൽപ്പടികൾക്ക് ഇരുവശവും വേറെയും ക്വാർട്ടേഴ്സുകളുണ്ട്. ചെറുമുറ്റവും പൂച്ചെടിക്കമ്പുകൾ നിരയൊപ്പിച്ച വേലിയുമുള്ള കൊച്ചു ക്വാർട്ടേഴ്സുകൾ. സുനന്ദയുടെ ക്വാർട്ടേഴ്സാണ് ഏറ്റവും മുകളിൽ. രാജീവിന് എല്ലായിടവും ചിരപരിചിതമായിരുന്നു. അയാൾ സുനന്ദയുടെ വാതിലിന് മുന്നിൽ കിതപ്പോടെ നിന്നു. എവിടെയോ നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. രാജീവൻ പരിസരങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച ശേഷം വാതിലിൽ മുട്ടി വിളിച്ചു. പല ആവർത്തി വിളിച്ച ശേഷമാണ് അകത്തുനിന്നും പ്രതികരണമുണ്ടായത്. അകത്തും വരാന്തയിൽ ലൈറ്റ് തെളിഞ്ഞു. ആരാ? സുനന്ദയുടെ ഒച്ച. ജനാല തുറക്കപ്പെട്ടു. ആരെയാണെന്നാ ചോദിച്ചത്? വാതിൽ തുറക്കു സുനന്ദേ. ഞാനാണിത്. സുനന്ദയുടെ മുഖം ജനാലകൾ. രാജീവനോ? ഉറക്കച്ചടവ് പിടിച്ച അവളുടെ മുഖത്ത് അമ്പരപ്പ്, കണ്ണുകളിൽ അവിശ്വസനീയത. അതെ, ഞാൻ തന്നെ. വേഗം വാതിൽ തുറക്ക്. സുനന്ദ ഒന്ന് സംശയിച്ച ശേഷം വന്ന് വരാന്തയുടെ വാതിൽ തുറന്നു. രാജീവൻ അകത്ത് കയറി വാതിലടച്ചു. രാജീവൻ എവിടെ നിന്ന് വരുന്നു? പോലീസുകാർ വിട്ടയച്ചോ? അതിന് മറുപടി പറയാതെ രാജീവൻ കിടപ്പറയിലേക്ക് കടന്നു. പിന്നാലെ സുനന്ദയും. രാജീവൻ വാതിലടിച്ചു ബോൾട്ടിട്ടു. അനന്തരം കിച്ചണിലേക്ക് പോയി. അവിടെ ലൈറ്റിട്ടു തെരഞ്ഞു. ഒരു പേനാക്കത്തിയും കറുക്കത്തിയും കൊച്ചരിവുകളും മാത്രമേ മൂർച്ചയുള്ള ആയുധമായി കണ്ടുള്ളൂ. അതിൽ നിന്ന് പേനാക്കത്തി തെരഞ്ഞെടുത്തുകൊണ്ട് അയാൾ കിടപ്പറയിലേക്ക് വന്ന് പിൻവാതിലും അടച്ചു. എന്താ രാജീവൻ ഇതൊക്കെ? എന്തിനാണ് ഈ പേനാക്കത്തി? സുനന്ദ പേടിയോടെ ചോദിച്ചു. രാജീവൻ പല്ല് കടിച്ച് അവളുടെ തൊട്ടടുത്ത് ചെന്നു. കത്തി അവളുടെ മുഖത്തിന് നേർക്കുയർത്തി. കത്തിമുന തൊണ്ടയിൽ തൊടുവിച്ചു. നിന്റെ മുന്നിൽ 2 വഴിയേയുള്ളൂ ഇനി. ഒന്നെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ സോണിയയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് പറയുക. രാജീവൻ, അതെ, നീ അറിയാതെ അവൾക്കൊന്നും സംഭവിക്കില്ല. ആർക്കാണ് നീ അവളെ ഒറ്റിക്കൊടുത്തത്? രാജീവൻ കൊല്ലാനും തയ്യാറെന്ന മട്ടിൽ നിന്നു.
നിനക്കറിയാം അവൾക്ക് എന്തു പറ്റിയെന്ന്. അത് പറയുന്നത് വരെ നിന്നെ ഞാൻ കൊല്ലുകയില്ല. സുനന്ദ തെല്ലു മാറി നിന്നിട്ട് രാജീവിനെ ആകമാനം ഒന്ന് നോക്കി. കീറിപ്പറഞ്ഞ വസ്ത്രം, തലയിലും മുഖത്തും കൈകാലുകളിലും വസ്ത്രങ്ങളിലും എല്ലാം ചോരപ്പാടുകൾ. അയാൾ നന്നേ ക്ഷീണിതനും അവശനുമാണെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത് പറഞ്ഞു കഴിഞ്ഞാലുടൻ നിങ്ങൾ എന്നെ കൊല്ലുമെന്നല്ലേ അതിനർത്ഥം? ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അറിയാമെങ്കിൽ തന്നെ ആരെങ്കിലും പറയുമോ രാജീവൻ? എല്ലാവർക്കും ജീവനല്ലേ വലുത്. നിനക്കറിയാമായിരുന്നു സോണിയ അന്ന് രാത്രി എൻ്റെ കൂടെ ഒളിച്ചോടിപ്പോരുമെന്നും. സമയവും സ്ഥലവും എല്ലാം കൃത്യമായി നിനക്കറിയാമായിരുന്നു. എനിക്ക് മാത്രമല്ലല്ലോ അറിയാവുന്നത്. രവീന്ദ്രന് അറിയാമായിരുന്നു, ജോർജിന് അറിയാമായിരുന്നു. സുനന്ദ നൈറ്റി നേരെ വലിച്ചിട്ടിട്ട് നിവർന്നിരുന്നു. മുന്നിലേക്ക് അഴിഞ്ഞു വീണ ചിതറിയ മുടി പിന്നോട്ട് മാടിയൊതുക്കി. അവരെൻ്റെ വിശ്വസ്ത സുഹൃത്തുക്കളാണ്. അവരെന്നെ ചതിക്കുകയില്ല. എന്നെ എങ്ങനെ രാജീവിനറിയാം? ചോരത്തിളപ്പുള്ള പുരുഷന്മാരാണവർ. സുന്ദരിയായ ഒരു യുവതി അർദ്ധരാത്രി ഏകയായി വിജനമായ റോഡിലൂടെ നടന്നു പോകുമെന്നും ആ സമയത്ത് വേണമെങ്കിൽ അവളെ ആക്രമിച്ച് അവളുടെ ചാരിത്രവും പണവും പണ്ടങ്ങളും കവർന്നെടുക്കാമെന്നും എന്തുകൊണ്ടവർക്ക് ചിന്തിച്ചുകൂടാ? സോണിയ ഒളിച്ചോടുമ്പോൾ കൈനിറിയ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് ആർക്കാണ് ഊഹിക്കാൻ കഴിയാത്തത്? രാജീവൻ അങ്ങനെയൊരു സാധ്യതയെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ഏതാനും നിമിഷത്തെ മൗനത്തിന് ശേഷം അയാൾ പറഞ്ഞു, സ്റ്റീഫൻസൺ മുതലാളിയുടെ മകളോട് അങ്ങനെയൊരു അക്രമം കാണിക്കാൻ ഒരു സാധാരണക്കാരന് ധൈര്യം വരില്ല. ഒരു പുരുഷനുണ്ടാകാത്ത ധൈര്യം എനിക്കുണ്ടായെന്ന് രാജീവൻ കരുതുകയും ചെയ്യുന്നു. നീ അവളെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടാവും ആ മോറിസൺ എസ്റ്റേറ്റിലെ സ്റ്റാൻലിക്ക്. അയാളാണല്ലോ അവളെ കല്യാണം കഴിക്കാൻ രണ്ടും കൽപ്പിച്ച് നടന്നത്. നീയും സ്റ്റാൻലിയും തമ്മിലുള്ള രഹസ്യബന്ധം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? 2 എസ്റ്റേറ്റുകളിലും വമ്പിച്ച തുക പ്രതിഫലമായി പറ്റിക്കൊണ്ട് നീ അവളെ അയാൾക്ക് ഒറ്റുകൊടുത്തു. സുനന്ദയുടെ മുഖത്ത് ദുസ്സഹമായ വേദന വിങ്ങി. അവൾ രാജീവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഞാനും സ്റ്റാൻലിയും തമ്മിലുള്ള രഹസ്യബന്ധം അറിയാമെങ്കിൽ രാജീവൻ എന്തിന് ഞാനുമായി ചങ്ങാത്തം കൂടി? എന്തിന് സോണിയയുടെ ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യാൻ എന്നെ കൂടി ചേർത്തു? എന്തിന് അതേപ്പറ്റിയുള്ള വിശദവിവരങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു? രാജീവൻ്റെ ശിരസ് അല്പം താണു. എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു. നീ നെറുകേട് കാട്ടുന്നവളാണെന്ന് ഞാൻ കരുതിയില്ല. വിശ്വാസം മാത്രമായിരുന്നില്ല രാജീവൻ എന്നോട്, സ്നേഹമുണ്ടായിരുന്നു ഇല്ലേ? സ്നേഹത്തിൻ്റെ ഒരു നാമ്പ് രാജീവിൻ്റെ മനസ്സിൽ പൊട്ടിമുളച്ചിരുന്നില്ലേ? ഇല്ലെന്ന് തർക്കിച്ചാലും എനിക്കറിയാം ഉണ്ടായിരുന്നെന്ന്. കാണാനും മിണ്ടാനും വെമ്മൽ, തമാശയും ചിരിയും കുസൃതിയും. സോണിയ ഇടയ്ക്ക് കയറി വന്നപ്പോൾ രാജീവൻ ബുദ്ധിപൂർവ്വം ആ നാമ്പ് നുള്ളിക്കളഞ്ഞു. ഞാൻ നിനക്ക് ആശ തന്നിരുന്നോ? വാക്ക് തന്നിരുന്നോ? എന്തെങ്കിലും ഒരടയാളം? ഒന്നും തന്നിട്ടില്ല. എന്നാലും എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ചെറിയ പൊടി നാമ്പ്. രാജീവൻ നിഷേധിച്ചോളൂ, പരിഭവമില്ല എനിക്ക്. രാജീവൻ അവളെ തുറിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ പ്രതികാരമായിരുന്നു അല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ച് തഴഞ്ഞെന്നതിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് ബലിയാടായത് എൻ്റെ സോണിയ? നീ ആശിച്ച ജീവിതം കിട്ടാത്തതിന് പകരം അവൾ ആശിച്ച ജീവിതം തകർത്തു. എൻ്റെ കൂടെ ജീവിക്കാൻ കൊതിച്ച നീ മറ്റാർക്കും അത് വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചു അല്ലേ? ഇങ്ങനെയൊന്നും പറയരുത് രാജീവൻ. എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നിപ്പോവും. സ്നേഹിച്ച പുരുഷനെ ചതിക്കുന്നവളല്ല സുനന്ദ. നിങ്ങൾക്ക് വേണ്ടി ഇന്നും അന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടേയുള്ളൂ. രാജീവൻ തലയും താഴ്ത്തി നിശബ്ദനായി ദീർഘനേരം ഇരുന്നു. ഒടുവിൽ എഴുന്നേറ്റു. ഞാൻ കരുതി അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാമായിരിക്കുമെന്ന്. ദൈവമേ, ഭ്രാന്ത് പിടിച്ചിരുന്നെങ്കിൽ. രാജീവൻ വാതിൽക്കലേക്ക് ചുവടുകൾ വെച്ചു. അയാൾ വേച്ചു വീഴാൻ പോയി. ചുവരിൽ പിടിച്ചു നിന്നു. ഈ രാത്രി എങ്ങോട്ടാ രാജീവൻ? പോകണം. എൻ്റെ പെണ്ണിന് എന്തു പറ്റിയെന്നറിയണം. അതിനിടയിൽ മരിച്ചാൽ അത്രയും നന്ന്. പെട്ടെന്ന് ഫാക്ടറിയിൽ നിന്ന് സൈറൻ മുഴങ്ങി. സുനന്ദ വേഗം ടൈം പീസിലേക്ക് നോക്കിപ്പോയി. 3 മണിയാകുന്നതേയുള്ളൂ. ഈ സമയത്ത് സൈറൻ കേൾക്കാറില്ല. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് 5 മണിക്കാണ് സൈറൻ മുഴങ്ങുക. അത് കൈകാര്യം ചെയ്യുന്ന ജോലിക്കാരന് പറ്റിയ തെറ്റാണോ? രാജീവിനും അതുതന്നെ ആലോചിക്കുകയായിരുന്നു. അവരങ്ങനെ നിൽക്കെ തുടരെ തുടരെ സൈറൻ മുഴങ്ങാൻ തുടങ്ങി. അത് അത്യാഹിതത്തിൻ്റെ അറിയിപ്പാണ്. സുനന്ദ വരാന്തയിലേക്ക് ചെന്നു. ലയങ്ങളിലും ക്വാർട്ടേഴ്സുകളിലും എല്ലാം ആളുകൾ ഉണരുന്നു. ലൈറ്റുകൾ പ്രകാശിക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. രാജീവൻ പുറത്തിറങ്ങണ്ട, ഞാൻ വരുന്നത് വരെ. സുനന്ദ ടോർച്ചും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. കൽപ്പടികളിലൂടെ താഴേക്ക് നീങ്ങി. ഉണർന്നെണീറ്റ പുരുഷന്മാർ ടോർച്ചും തിരികളും തെളിച്ച് കൂട്ടം കൂട്ടമായി നടന്നു പോകുന്നതും സ്ത്രീകൾ ലയങ്ങളുടെ മുറ്റത്തിറങ്ങി നോക്കി നിൽക്കുന്നതും സുനന്ദ കണ്ടു. ഫാക്ടറിക്ക് തീ പിടിച്ചുവെന്ന് ആരോ പറയുന്നത് കേട്ടു. ആളുകൾ ഉച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇരുട്ടായതിനാൽ ഒന്നും വ്യക്തമല്ല. രാജീവൻ ഭിത്തിയിൽ ചാരി നിന്നു. കാലുകൾ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. മൈലുകളോളം നീണ്ട പാലായനം, മുറിവുകൾ, വിശപ്പ്, ദുഃഖം, ആദി. തല നെഞ്ചിലേക്ക് തൂങ്ങിപ്പോകുന്നത് പോലെ. കൈകളും കുഴഞ്ഞു പോയിരിക്കുന്നു. തലച്ചോറിനുള്ളിൽ ഒരു തണുത്ത മരവിപ്പ് അരിച്ചു കയറുന്നു. ഇവിടെ നിൽക്കരുത്. സുനന്ദയെ വിശ്വസിച്ചുകൂടാ. അവൾ തന്നെ ഒറ്റിക്കൊടുത്തേക്കാം. ജയിൽ ചാടിയ രാജീവൻ തൻ്റെ വീട്ടിലുണ്ടെന്ന് അവൾ ഉടൻ തന്നെ മറ്റുള്ളവരെ അറിയിച്ചേക്കാം. ഒരു സംഘം ആളുകൾ വീട് വളയുന്നതും തന്നെ പിടികൂടുന്നതും രാജീവൻ സങ്കല്പിച്ചു.
അതിനു മുമ്പ് രക്ഷപ്പെടണം. പിടി കൊടുക്കരുത് ആർക്കും, മരണത്തിനല്ലാതെ. തുറന്നു കിടക്കുന്ന വാതിൽപ്പാടിയിൽ പിടിച്ചപ്പോൾ അത് അടഞ്ഞുപോയി. വിരലുകൾ ചതഞ്ഞു. കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. അയാൾ ചുമരിൽ പിടിച്ച് പതുക്കെ വാതിൽപ്പടിയിലേക്കിരുന്നു. സുനന്ദ തിരിച്ചു വരുമ്പോൾ വെളുപ്പിന് 5 മണി. അവൾ വല്ലാതെ പരീക്ഷീണയായിരുന്നു. വരാന്തയിലേക്ക് കയറിയപ്പോഴേ അവൾ കണ്ടു വാതിൽക്കൽ വിലങ്ങടിച്ചു കിടക്കുന്ന രാജീവൻ. ബോധമില്ലെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. നാഡിപിടിപ്പ് പരിശോധിച്ചു. കുഴപ്പമില്ല. 2-3 ആവർത്തി കുലുക്കി വിളിച്ചു. ഒച്ച വെച്ചാൽ മറ്റുള്ളവർ കേൾക്കും. അവൾ അയാളെ വലിച്ചകത്താക്കി. വാതിലടിച്ച് തഴുതിട്ടു. അവൾ നിലത്ത് തന്നെ ഒരു ഷീറ്റ് വിരിച്ച് രാജീവനെ അതിൽ കിടത്തി. വെള്ളം ചൂടാക്കി അതിൽ തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് അയാളുടെ പോറലും മുറിവുകളും നിറഞ്ഞ ചോര പുരണ്ട ശരീരം നന്നായി തുടച്ചു. നെറ്റിയിൽ കൈവച്ചപ്പോൾ പനിയുണ്ടെന്ന് മനസ്സിലായി. അവൾ ഒരു തുവാല തണുത്ത വെള്ളത്തിൽ നനച്ച് നെറ്റിയിലിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ ഉണർന്നു. കൺമിഴിച്ച് സുനന്ദയെ നോക്കി. ഞാൻ എവിടെയാ? ഇവിടെ എൻ്റെ അടുത്ത്. അവരൊക്കെ എവിടെ? ആര്? നീ വിളിച്ചോണ്ട് വന്നവർ? പോലീസുകാർ എന്നെ പിടിക്കാൻ? അത്രയ്ക്കേ എന്നെ വിശ്വാസമുള്ളൂ. സുനന്ദയുടെ കണ്ണു നിറഞ്ഞു. ഞാൻ ആരെ വിശ്വസിക്കും? എൻ്റെ സോണിയെ തിരിച്ചു കിട്ടാതെ, അവൾക്ക് എന്തു പറ്റിയെന്നറിയാതെ ഞാൻ ആരെ? അയാൾ ഒരു വെളിപാടുണ്ടായതുപോലെ ചാടി എണീറ്റു. എനിക്ക് പോകണം. സംശയമുള്ളവരെയെല്ലാം എനിക്ക് കാണണം. ഇന്ന് രാത്രി തന്നെ. രാജീവൻ അവിടെ കിടക്കൂ. നേരം പുലരുകയാണ്. മാത്രമല്ല സ്റ്റീഫൻസൺ മുതലാളി കൊല്ലപ്പെട്ടിരിക്കുന്നു. രാത്രിയിൽ ആരോ വെടിവെച്ച് കൊന്നതാണ്. രാജീവൻ ഞെട്ടി. ബംഗ്ലാവിൻ്റെ പരിസരത്ത് താൻ കണ്ട നിഴൽ അയാളുടെ ഓർമ്മയിലെത്തി. വെടിയച്ച, അമർത്തിയ നിലവിളി. പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. രാജീവൻ പോലീസിനെ വെട്ടിച്ചു കടന്ന വിവരം സകലരും അറിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, രാജീവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ലോക്കപ്പ് ചാടി വന്ന രാജീവനാണ് സ്റ്റീഫൻസൺ മുതലാളിയെ വെടിവെച്ചു കൊന്നതെന്ന് ആളുകൾ പറയുന്നു. രാജീവൻ പ്രതികാരം ചെയ്തതാണെന്ന് കരുതി പോലീസ് ഈ എസ്റ്റേറ്റ് മുഴുവൻ രാജീവനെ തിരയാൻ ഏർപ്പാട് ചെയ്യുകയാണ്. രാജീവിൻ്റെ മുഖം മൃതദേഹത്തിൻ്റേതുപോലെ വിളറി. സ്റ്റീഫൻസൺ മുതലാളിയെ ആരോ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അത് ചെയ്തത് താനാണെന്ന് പോലീസും നാട്ടുകാരും സംശയിക്കുകയും ചെയ്യുന്നു. രാജീവൻ വല്ലാത്തൊരു വെട്ടിലായി. ഇനി പോലീസ് നാടും വീടും അരിച്ചുപെറുക്കി തന്നെ തിരയുമെന്ന് അയാൾ ഊഹിച്ചു. തൻ്റെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഇനി സ്വസ്ഥതയുണ്ടാവില്ല. മാത്രമല്ല, ഇതുവരെ ഒരു യുവതിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസ് മാത്രമേ തൻ്റെ പേരിലുണ്ടായിരുന്നുള്ളൂ. ഒരു കൊലപാതക കുറ്റമായിരുന്നില്ല അത്. രാജീവിന് ഇനി പുറത്തിറങ്ങാൻ ഒക്കില്ല, സുനന്ദ പറഞ്ഞു. പോലീസ് ചിതലുകൾ പോലെ ചിതറി നടക്കുകയാണ്. പോലീസിന് ബോധമുണ്ടെങ്കിൽ ചിന്തിക്കാമല്ലോ. ഇന്ന് രാത്രി ലോക്കപ്പ് ചാടി എനിക്ക് ഏതാനും മണിക്കൂറിനുള്ളിൽ ഒരു തോക്ക് സംഘടിപ്പിക്കാനും അതുമായി വന്ന് സ്റ്റീഫൻസൺ മുതലാളിയെ വെടിവെക്കാനും സാധ്യമല്ലെന്ന്. സ്റ്റീഫൻസൺ മുതലാളിയെ കൊന്നിട്ട് എനിക്ക് എന്ത് ലാഭം? പോലീസ് അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അതായത് രാജീവിൻ്റെ സംഘങ്ങളിൽ ഒരാൾ ലോക്കപ്പിൽ വന്ന് രാജീവിനെ സഹായിക്കാമെന്ന് നിൽക്കുന്നു. ലോക്കപ്പിൽ നിന്ന് രാജീവിനെ കണ്ട അയാൾ ഒരു വണ്ടിയും തോക്കുമായി ഒരു പ്രത്യേക സ്ഥലത്ത് കാത്തു നിൽക്കാമെന്ന് അറിയിക്കുന്നു. അതനുസരിച്ച് പോലീസിനെ വെട്ടിച്ചുപോയ രാജീവൻ അയാളുടെ അടുത്ത് ചെല്ലുകയും വണ്ടിയിൽ വാലീസ് എസ്റ്റേറ്റിൽ വന്ന സ്റ്റീഫൻസനെ വെടിവെച്ച് കൊന്ന ശേഷം ഒളിവിൽ പോവുകയും ചെയ്യുന്നു. എനിക്കിതുകൊണ്ട് എന്താണ് ലാഭം? മുൻവൈരാഗ്യം തീർത്തതിൻ്റെ സംതൃപ്തി. സ്റ്റീഫൻസൺ മുതലാളിയോടും കുടുംബത്തോടും നിങ്ങൾക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. ആദ്യം സോണിയോട് പക തീർത്തു, പിന്നെ അവളുടെ അപ്പനോട്. രാജീവൻ ഹതാശനായി തലയും കുനിച്ചിരുന്നു. അല്പം കഴിഞ്ഞ് മുഖമുയർത്തി സുനന്ദയെ നോക്കി. എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. സ്റ്റീഫൻസൺ മാത്രമല്ല, ഈ എസ്റ്റേറ്റിലുള്ളവരെല്ലാം കൊല്ലപ്പെട്ടാലും എനിക്കൊരു പുല്ലുമില്ല. സോണിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാനാണ് ഞാൻ ലോക്കപ്പിൽ നിന്ന് ചാടിയത്. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്, എൻ്റെ ജീവൻ വരെ. ഞാൻ വസ്തുതകൾ പറഞ്ഞുവെന്നേയുള്ളൂ. ബാക്കിയല്ല രാജീവൻ്റെ ഇഷ്ടം. വസ്തുതകളും വകുപ്പുകളുമൊക്കെ അവിടെ നിൽക്കട്ടെ. സോണി അന്ന് രാത്രി ഒളിച്ചോടുമെന്ന് അറിയാവുന്ന 3 പേരെ ഈ എസ്റ്റേറ്റിലുള്ളൂ. നീയും രവീന്ദ്രനും ജോർജും. അവളെ കാണാതായതിനു പിന്നിൽ ഒന്നുകിൽ നിങ്ങൾ 3 പേരുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ. നിങ്ങളിൽ ആരും അറിയാതെ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്കതിൽ പങ്കില്ല, സുനന്ദ സംശയലേശമന്യേ പറഞ്ഞു. നിനക്കത് തെളിയിക്കേണ്ടി വരും. അതെൻ്റെ ജോലിയല്ല. രാജീവൻ എന്തിന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു? ഞാൻ ഇവിടെ നിന്ന് ഒന്നുറക്കെ വിളിച്ചാൽ നിങ്ങൾ അടുത്ത നിമിഷം ജയിലിനുള്ളിലാണ്. എനിക്ക് പുറത്തു പോയപ്പോൾ നിങ്ങളെ ഒറ്റിക്കൊടുക്കാമായിരുന്നു. സോണിയെ കാണാതായതിന് പിന്നിൽ എൻ്റെ കൈയുണ്ടെങ്കിൽ ഞാൻ അതാണ് ആദ്യം ചെയ്യുക. അത് ശരിയാണെന്ന് രാജീവിനും തോന്നി. സുനന്ദ തെറ്റുകാരിയാണെങ്കിൽ തന്നെ എങ്ങനെയും പോലീസിനെ ഏൽപ്പിച്ച് സ്വന്തം തടി രക്ഷിക്കാനേ ശ്രമിക്കൂ. പിന്നെ മറ്റൊരു കാര്യം, സുനന്ദ പറഞ്ഞു. സ്റ്റീഫൻസൺ മുതലാളിയെ വെടിവെച്ച് കൊന്നത് രാജീവനല്ലല്ലോ. അല്ലെന്ന് ഞാൻ ആണയിടണോ? ഞാനാണ് അയാളെ കൊന്നതെന്ന് രാജീവിന് സംശയമുണ്ടോ? ഇല്ല. അത്രയും ആശ്വാസം. സോണിയെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിലുള്ള അതേ ആൾക്കാർ തന്നെ ആവില്ലേ സ്റ്റീഫൻസൺ മുതലാളിയെ കൊന്നതിന് പിന്നിലും? രാജീവൻ ഒരു നിമിഷം ചിന്താധീനനായി. അങ്ങനെയും വരാം.
ആലോചിക്കും തോറും അതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് രാജീവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സോണിയെ തട്ടിക്കൊണ്ടുപോയവർക്കല്ലാതെ മറ്റാർക്കാണ് സ്റ്റീഫൻസൺ മുതലാളിയെ കൊല്ലേണ്ട കാര്യം? നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ രാജീവൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഞാൻ ഓടുകയായിരുന്നു. ലോക്കപ്പിലാണെങ്കിൽ ഭക്ഷണം വല്ലപ്പോഴും മാത്രം. തണുത്ത ചോറ് ഇരിപ്പുണ്ട്. കറികളൊന്നുമില്ല. അച്ചാറുണ്ടാവും. എന്തായാലും മതി. സുനന്ദ വിളമ്പിക്കൊടുത്തു. ചോറ് ഐസ് പോലെ തണുത്തിരുന്നു. രാജീവനത് ആർത്തിയോടെ വാരി ഉണ്ണുന്നത് നോക്കി സുനന്ദ അടുത്തിരുന്നു. എന്താ ആലോചന? സുനന്ദയുടെ മൗനം കണ്ട് രാജീവൻ ചോദിച്ചു. രാജീവിനെ വിളമ്പിത്തന്നപ്പോൾ പഴയ ചില മോഹങ്ങളൊക്കെ ഓർത്തുപോയി. സുനന്ദ എഴുന്നേറ്റു. ഞാനൊരു കട്ടൻ കാപ്പി തിളപ്പിക്കാം. സുനന്ദ ചെന്ന് കാപ്പിയിട്ടു. ചോറുണ്ട്. ഒരു ഗ്ലാസ് ചൂട് കട്ടൻ കാപ്പിയും കുടിച്ചപ്പോൾ രാജീവിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. നേരം പുലരുകയാണ്. കാക്കകൾ കരഞ്ഞു തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ രാജീവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ രാജീവൻ്റെ പ്ലാൻ? സുനന്ദ ചോദിച്ചു. എനിക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല. രാജീവൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്കും കൂടി അപകടമാണെന്ന് അറിയാമല്ലോ. ഞാനാണ് രാജീവിനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസ് അറിഞ്ഞാൽ ഞാനും ജയിലിൽ കയറേണ്ടി വരും. ഞാൻ പോയിക്കൊള്ളാം സുനന്ദേ. എങ്ങോട്ട്? അതറിയില്ല. നേരം പുലർന്നു. പോലീസ് എല്ലായിടത്തും രാജീവിനെ തിരയുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ രാജീവിനെ പോലീസ് പിടികൂടുമെന്ന് നിശ്ചയം. രാജീവൻ ചിന്താക്കുഴപ്പത്തിൽ പെട്ടുഴറി നിന്നു. എന്തായാലും രാജീവിന് ഇനി പുറത്തിറങ്ങണ്ട. പകൽ ഇവിടെ തന്നെ കഴിയുക. കുറേ കഴിയുമ്പോൾ വീട് പൂട്ടിയിട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഇങ്ങോട്ട് ആരും വരാനില്ല. രാജീവൻ ഇവിടെയുണ്ടെന്ന് ആരും സംശയിക്കുമില്ല. വേണ്ട, സുനന്ദയ്ക്ക് ബുദ്ധിമുട്ടാകും. രാജീവൻ എന്തായാലും എൻ്റെ സുഹൃത്താണല്ലോ. ആപത്തിൽ ഉപേക്ഷിക്കുന്ന ചങ്ങാതി യഥാർത്ഥ ചങ്ങാതിയല്ല. തൽക്കാലം രാജീവൻ ഇവിടെ കിടന്ന് സുഖമായി ഉറങ്ങുക. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നമുക്ക് രാത്രിയിലിരുന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. പക്ഷെ സുനന്ദേ, അത് ഒന്നും പറയണ്ട. രാജീവിന് വേണ്ടി ഇങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമേയുള്ളൂ എനിക്ക്. എനിക്കെന്തും വന്നോട്ടെ. ഒരു പാഴ്ജന്മമായി പോയില്ലേ ഞാൻ? രാജീവിന് കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് സുനന്ദ സാധാരണ പോലെ ജോലികളിൽ മുഴുകി. പ്രഭാത ഭക്ഷണത്തിന് ഗോതമ്പ് മാവ് കൊണ്ട് അടയുണ്ടാക്കി. ഉച്ചയ്ക്കത്തേക്ക് ചോറും കറികളും വെച്ചു. 8:30 മണിയായപ്പോഴേക്കും അവൾ ജോലികളെല്ലാം തീർത്ത് കുളിച്ച് വേഷം മാറി വന്നു. രാജീവൻ മുറിക്കുള്ളിലൂടെ അപ്പോഴും നടക്കുകയായിരുന്നു. അവർ രണ്ടുപേരും കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകും മുമ്പ് സുനന്ദ പറഞ്ഞു, സമാധാനപരമായി ഉറങ്ങുക. ചോറും കറികളും അടുക്കളയിലുണ്ട്. വിശക്കുമ്പോൾ എടുത്ത് കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. രാജീവൻ തലയാട്ടി. എന്താ രാജീവിനൊരു സംശയം പോലെ? ഞാൻ ഒറ്റിക്കൊടുക്കുമെന്നാണോ? ഞാൻ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും രാജീവിന് രക്ഷപ്പെടാൻ പഴുതൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നെ വിശ്വസിക്കുകയേ തരമുള്ളൂ. കിടന്നുറങ്ങാൻ നോക്ക് രാജീവൻ. സുനന്ദ വീടിന് വെളിയിലിറങ്ങി വാതിൽ പൂട്ടി. അവൾ സിമൻറ്റ് പടികൾ ഇറങ്ങിപ്പോകുന്നത് നോക്കി രാജീവൻ ജനാലയ്ക്കൽ നിന്നു. ചില്ല് ജനാലയിൽ മഞ്ഞ് പുരണ്ടിരുന്നു. ചില്ലിൻ്റെ ഇപ്പുറത്ത് നീരാവി തുടച്ചപ്പോൾ രാജീവിന് പുറം കാഴ്ചകൾ കുറേ കൂടി വ്യക്തമായി. താഴെ മൈതാനത്തും മറ്റും തൊഴിലാളികൾ കൂട്ടം കൂടി നിൽക്കുന്നു. റോഡിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു കാർ പാഞ്ഞുപോയി. ഓഫീസ് മുറ്റത്തൊരു പോലീസ് ജീപ്പ്. ഏതാനും പോലീസുകാർ മൈതാനത്തേക്ക് വന്ന് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കുന്നു. മൈതാനത്തിൽ അവിടെവിടെ കന്നുകാലികൾ അയവിറക്കി കിടപ്പുണ്ട്. ഇന്ന് തോട്ടത്തിലും ഫാക്ടറിയിലും പണിയുണ്ടാവില്ലെന്ന് രാജീവൻ ഊഹിച്ചു. തൊഴിലാളികൾക്ക് ഓർക്കാപ്പുറത്ത് ഒരു അവധി ദിവസം. സ്റ്റീഫൻസൺ മുതലാളി കൊല്ലപ്പെട്ട ദിവസം. കുന്നിൻ മുകളിലുള്ള ബംഗ്ലാവിന് നേർക്ക് രാജീവൻ നോക്കി. ബംഗ്ലാവിൻ്റെ മുറ്റം നിറയെ വണ്ടികൾ. പോലീസ് ജീപ്പുകൾ, കാറുകൾ, വാനുകൾ. താഴെ റോഡിലും വണ്ടികളുടെ നിര. സ്റ്റീഫൻസൺ മുതലാളി കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വണ്ടികൾ വന്നുകൊണ്ടിരുന്നു. ചുരത്തിൽ നിന്നും ഇങ്ങോട്ടുള്ള റോഡിലൂടെ ഇടതടവില്ലാതെ വാഹനങ്ങൾ നീങ്ങുന്നത് കാണാം. ഇന്നലെ രാത്രിയിലെ സംഭവം രാജീവൻ ഓർത്തു. രാത്രിയിൽ താൻ സ്റ്റീഫൻസൺ മുതലാളിയുടെ ബംഗ്ലാവിനടുത്ത് ചെന്നത്. ജനാലയ്ക്ക് പുറത്ത് ആളനക്കം കണ്ടത്. വെടിപൊട്ടുന്ന ഒച്ച, നിലവിളി. പുറത്തുനിന്ന് അയാൾ ജനലിലൂടെ വെടിവെക്കുകയായിരുന്നു. തനിക്ക് വേണമെങ്കിൽ അയാളെ പിടികൂടാമായിരുന്നു. എങ്കിൽ സ്റ്റീഫൻസൺ മുതലാളിയെ കൊന്ന കുറ്റം തൻ്റെ മേൽ ആരോപിക്കപ്പെടില്ലായിരുന്നു. സോണിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അയാളിൽ നിന്നും അറിയാനും കഴിയുമായിരുന്നു. ഇനി അതൊന്നും ഓർത്തിട്ട് ഫലമില്ല. രാജീവൻ കട്ടിലിൽ പോയി കിടന്നു. സുനന്ദ തന്നെ ഒറ്റിക്കൊടുക്കുമോ എന്ന ഭയം ഒരു വശത്ത്. ആവോ, അങ്ങനെ സംഭവിച്ചാൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം. രാജീവൻ എഴുന്നേറ്റ് പിൻഭാഗത്ത് ചെന്ന് നോക്കി. പോലീസ് വന്ന് വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോൾ തനിക്ക് വേണമെങ്കിൽ പിൻവാതിലൂടെ ഇറങ്ങി ഓടാം. മുകളിൽ നീർവേങ്ങ കാടുകളാണ്. കാടും പടലും കുറ്റിച്ചെടികളും. അവയ്ക്കിടയിലൂടെ ഓടിയാൽ മലമുകളിലെ പുൽമേട്ടിലെത്താം. രാജീവൻ സമാധാനത്തോടെ വന്നു കിടന്നു. മയക്കം പിടിച്ചപ്പോഴേക്കും മുറ്റത്തുകൂടി ആരൊക്കെയോ ഓടുന്ന കാലൊച്ച.
ആരെയോ വിളിക്കുന്ന ശബ്ദം. രാജീവൻ വിറങ്ങലിച്ചു പോയി. ഉച്ചത്തിലുള്ള ചിരി. പിടിയവനെ എന്ന് ആരോ ഉറക്കെ പറയുന്നു. രാജീവൻ ജാഗ്രതയോടെ എഴുന്നേറ്റ് ജനാലകൾ ചെന്നു. ക്വാർട്ടേഴ്സുകളിലെ കുട്ടികൾ മുറ്റത്തിന് ചുറ്റും ഓടിക്കളിക്കുകയാണ്. ഒരു കുട്ടി ജനാല തുറക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരുവൻ മഞ്ഞ് തുടച്ചു മാറ്റിയിട്ട് ചില്ലിലൂടെ നോക്കുന്നു. രാജീവൻ ഭിത്തിയോട് ചേർന്ന് നിന്നു. കുട്ടികൾ വീണ്ടും കളികളിൽ മുഴുകി. രാജീവൻ കിടക്കയിൽ ചെന്ന് വീണു. പുതപ്പെടുത്ത് ദേഹം മൂടി പൊതിച്ചു. ക്ഷീണം കൊണ്ട് കൺപോളകൾ കനം വെച്ചടഞ്ഞു. എപ്പോഴോ ഒരു വലിയ ഇരമ്പം അയാളുടെ കാതുകളിലേക്ക് അടിച്ചു കയറി. ഒരു വെടിയേച്ച. പോലീസ് ബൂട്ടുകളുടെ ശബ്ദം. വീടിന് ചുറ്റും അവരുടെ പരക്കം പാച്ചിൽ. ഒരാൾക്കൂട്ടമുണ്ട് ചുറ്റിലും. യു ആർ അണ്ടർ അറസ്റ്റ്. ഇൻസ്പെക്ടറുടെ ഗർജനം. കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല. കട്ടിലിനോട് ചേർത്ത് കൈകാലുകൾ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. സുനന്ദയുടെ പൊട്ടിച്ചിരി. എന്നെ വിശ്വസിച്ച നീ എന്തൊരു വിഡ്ഢിയാണ്. ചുറ്റോട് ചുറ്റും പോലീസുകാർ. സുനന്ദ ചതിച്ചിരിക്കുന്നു. രാജീവൻ കട്ടിലിൽ കിടന്ന് പിടഞ്ഞു. രാജീവൻ കുതിറിക്കൊണ്ട് കണ്ണു മിഴിച്ച് നാലുപാടും പകച്ചു നോക്കി. സുനന്ദ അയാളെ പരിഭ്രമത്താൽ വിളിക്കുന്നുണ്ടായിരുന്നു. രാജീവൻ, എന്താ ഇത്? അയാൾ അവളുടെ സംഭ്രാന്തമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചാടി എണീറ്റു. ചതി, നീ എന്നെ ചതിച്ചു. സുനന്ദ അന്തം വിട്ടു. അയാൾ ചുറ്റും നോക്കി. പോലീസില്ല, ആൾക്കൂട്ടമില്ല, ബഹളങ്ങളില്ല. പോലീസ്. അയാൾ അബദ്ധം പിടഞ്ഞ പോലെ മുഖം താഴ്ത്തി. ഞാൻ കയറി വരുമ്പോൾ രാജീവൻ കട്ടിലിൽ കിടന്ന് പിടയ്ക്കുകയും പുലുമ്പുകയുമായിരുന്നു. വല്ല പേക്കിനാവും കണ്ടോ? രാജീവൻ മൂളി. ഞാൻ രാജീവിനെ ചതിച്ച് പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണോ കണ്ടത്? സുനന്ദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാജീവൻ ഒന്നും മിണ്ടിയില്ല. അത്രയ്ക്കുണ്ട് എന്നിലുള്ള വിശ്വാസം. എനിക്കാരെയും വിശ്വാസമില്ല. സംശയവും ഭയവും മാത്രമാണ് എനിക്കാകെയുള്ള വികാരങ്ങൾ. സുനന്ദ നേരെ അടുക്കളയിലേക്ക് പോയി. ചോറും കറികളും അതേപടി ഇരിപ്പുണ്ട്. സുനന്ദ അതെല്ലാം വിളമ്പി. രാജീവൻ ഊണ് കഴിച്ചില്ലല്ലോ, എഴുന്നേറ്റ് വാ. രാജീവൻ എഴുന്നേറ്റ് ചെന്ന് കയ്യും മുഖവും കഴുകി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കെ രാജീവൻ ചോദിച്ചു. സ്റ്റീഫൻസൺ മുതലാളിയെ വെടിവെച്ച് കൊന്നവരെപ്പറ്റി വല്ല ഊഹവും കിട്ടിയോ? ഇനി എന്ത് ഊഹം? ഘാതകനല്ലേ എൻ്റെ മുൻപിൽ? സുനന്ദ ചിരിച്ചു. രാജീവൻ അവളെ തുറച്ചു നോക്കി. പോലീസ് ഇപ്പോഴും രാജീവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. വൈകുന്നേരം പോലീസ് നായയെ കൊണ്ടുവരുന്നെന്നൊക്കെ കേട്ടു. അല്ലാതെ വേറെ തെളിവൊന്നും കിട്ടിയിട്ടില്ലേ? ഇല്ലെന്ന് കേൾക്കുന്നു. ജനലിലൂടെയായിരുന്നു വെടി, അതും നാടൻ തോക്ക് ഉപയോഗിച്ച്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 3 മണിക്ക് ശവം കൊണ്ടുവരും. 6 മണിക്കാണ് സംസ്കാരം. വെടിവെച്ചയാളെ ആരും കണ്ടില്ലേ? ബംഗ്ലാവിൽ നൈറ്റ് വാച്ചർമാരൊക്കെ ഉള്ളതാണല്ലോ.